കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഏവരെയും സ്നേഹിക്കുന്നു. ആരും സഹായിക്കുവാൻ ഇല്ലാതെ കടന്നു വരുമ്പോൾ, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും കാണാത്ത സാഹചര്യത്തിലും, മടുത്തുപോകുന്ന പ്രാർത്ഥനകളിലും തിരുവചനം പറയുന്നു: നീ ദൈവത്തെ സ്നേഹിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കുമ്പോൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. തിരുവചനത്തിൽ നാം കാണുന്നു, ആരും സഹായിക്കുവാനില്ലാതെ പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ച് ഇരുചങ്ങലകളാൽ ബന്ധിച്ച് ഇടത്തും വലത്തും പട്ടാളക്കാർ കാവൽ നിന്നിട്ടും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് പത്രോസിനെ വിടുവിക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് പത്രോസിനെ പുറത്തേക്ക് കൊണ്ടുവന്നു എങ്കിൽ നമ്മുടെ ഏതു സാഹചര്യങ്ങളിലും, ഒറ്റപ്പെട്ട മേഖലകളിലും, ആരോടും പങ്കുവയ്ക്കാനാവാത്ത വേദനകളിലും സ്വർഗസ്ഥനായ ദൈവം ഇടപെടും. നീ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. തിരുവചനം പറയുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികം നന്മകൾ നൽകുകയില്ലേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവും നമ്മുടെ യാചനകൾക്ക് മറുപടിയുമുണ്ട്. അവിടത്തോട് ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് നൽകും. നമുക്ക് വിശ്വാസത്തോടുകൂടി കടന്നു ചെല്ലാം. ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് വിടുതൽ ലഭിക്കും. നാം വിളിക്കുമ്പോൾ വെളിപ്പുറത്തെത്തുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ കരുതുന്ന ദൈവം. ഇന്ന് നമ്മുടെ പാപങ്ങൾക്ക് നാം കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ചാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. നമുക്ക് അനുഗ്രഹം നേടാം. ആമേൻ. നിത്യഭവനത്തിൽ നിത്യവാസ
നമ്മുടെ ജീവിതത്തിലെ ഏത് കൈപ്പേറിയ മാറയെയും അവിടുന്ന് മധുരമുള്ളതാക്കി തീർക്കും. നമ്മുടെ ശത്രുവിന്മേൽ നമുക്ക് ജയം നൽകുന്ന നിസ്സീയ യഹോവയായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറും. ആമേൻ. ഇന്ന് വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.